കൊടുത്തോ? 2 മാസത്തിനിടയിൽ കണ്ടുമുട്ടിപ്പോ എല്ലാരും. ഇത് 3 വില്ലന്മാരും അവിടുത്തെ പെരീത്തെ. അതിന്റെ നടുക്കത്താള് പോയി കഴിഞ്ഞാൽ ഒരു രണ്ടാളും ഒന്നുമില്ല. മെയിൻ നടുക്കത്താളാണ്. അതുപോലെ നട്ടല് ഓനാണ്. ആ നട്ടല് പോയാൽ കഴിഞ്ഞ കഴിഞ്ഞ പോലെ രണ്ടാളും കഥ. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഏകദേശം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇതാ മോന് നമ്മള് വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് മുതാലിമായിട്ട് നമ്മൾ വീണ്ടും പള്ളിയിലേക്ക് 2 മാസത്തെ കുസൃതികളും തിരക്കുണ്ടാക്കലും നൊലോളിയും തല്ലും പൊടിയും ഒക്കെ കഴിഞ്ഞ് പോവുകയാണ്. പഠനത്തിന് വേണ്ടി പോവുകയാണ്. കാരണം ചെറിയ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ചേട്ടാ പള്ളിയിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടക്കായതുകൊണ്ട്, അതായത് നമ്മൾ പോകുന്ന ഇനി വേറെ പള്ളിക്കാണ് അല്ലേ, ചേളാരിയിലുള്ള ഒരു പള്ളിക്കാണ് പോകുന്നത്. കാരണം ഈ ഉസ്താദാണ് പോകുമ്പോ കുട്ടികളൊക്കെ കൂടെ പോവുകയാണ്. മുമ്പ് കുറച്ചുകൊണ്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ മമ്പുറം മക്കാമക്കാണ് പോകുന്നത്. അവിടെ അവരൊക്കെ എല്ലാ കുട്ടികളോടും മമ്പുറം മക്കാമക്ക് എല്ലാ കുട്ടികളോടും വരാൻ പറഞ്ഞിട്ട് ഉസ്താദൊക്കെ അവിടെ ഉണ്ട്. അവിടെ ഒരു സിയാറത്ത് കഴിഞ്ഞിട്ടാണ് അവർ പള്ളിക്ക് പോവുക. അപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുന്നത് മമ്പുറം മക്കാമക്കാണ്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യേണ്ട, ഇടയ്ക്ക് മക്കാമൊക്കെ ഒന്ന് കാണാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാം. സ്വാഗതം. ആ പൊന്നുനെ മദ്രസ അവിടെ എടുത്തിട്ട് വേണം പോവാനേ. ഇൻഷാ അല്ലാ. ഓക്കെ, പോവാം നമുക്ക് വീഡിയോയിലേക്ക്. ഏയ് അപ്പൊ പറയും എല്ലാരോടും പോകണം. എല്ലാരോടും പോകണം. അങ്ങനെ നോക്കി പറയും. എല്ലാരോടും പോകണം. എല്ലാരും തോൽക്കണം പറയില്ലേ പറയ്. അപ്പൊ നമ്മളത് മോനുതാ മാറ്റി റെഡിയായി കുട്ടപ്പനേക്കണ്. 2 മാസത്തെ അലമ്പിന് ശേഷം മോനുതാ ദർസിലേക്ക് വീണ്ടും അലമ്പ് വേഷമൊക്കെ എടുത്തുവെച്ച് നല്ല വേഷം ധരിച്ചിക്കണ് മോനു. അലമ്പെന്ന് ഉദ്ദേശിച്ച് പൊട്ടിത്തെറുപ്പാട്ടോ മോനു. അപ്പൊ നമ്മളെ മോനുവിനെ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ വീണ്ടും തിരിച്ചു പോവുകയാണ്. പൊട്ടിത്തെറുപ്പിന്റെ ഉസ്താദാണ്. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ വീണ്ടും തിരിച്ചു പോവുകയാണ്. ഇല്ല മോനാ, ഇന്നലെ വരെ ക്യാമറയുടെ മുമ്പിൽ ഇന്നാളിപ്പോ തലയിൽ കെട്ടിട്ട് മാറൽ തുടങ്ങിയില്ല. അപ്പൊ ഇൻഷാ അല്ലാ ഇനി അടുത്ത ലീവിനൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാ. അപ്പൊ ഇപ്പൊ നമ്മള് പോകുന്നത് മമ്പുറം മക്കാമക്കാണ് പോകുന്നത്. അവിടെ എല്ലാ സ്റ്റുഡൻസും പിന്നെ ഉസ്താദൊക്കെ ഉണ്ട്. അതിന് ശേഷം അവിടെ തന്നെ പോകും. ഏതേ അപ്പൊ ഇമ്മമാരോടൊക്കെ യാത്ര നിങ്ങണ്ട് ഇതാ മോനും ഇറങ്ങാണ്. ഇമ്മമാനൊക്കെ ദോയാനെ മതി ട്ടാ. കുഞ്ഞമ്മോട് പറഞ്ഞാ വന്നിട്ട് ചോറ് കഴിച്ചാളാണ് പറഞ്ഞാളാ. ആ മാളുവാ. അപ്പൊ ഞങ്ങള് പോവാണ്. മോനുവിന്റെ പൊന്നുവിനൊക്കെ ഫ്രണ്ടാള് ഇതാ ചായക്കട ഇരിക്കുന്നുണ്ടാ. വേറൊരാളെ കാണിച്ചു തരാം. വേറൊരാൾ ഇതവിടെ എന്താണ് നെജുവാന്. അതാ പൊന്നുവിന്റെ മദ്രസ പള്ളി. പൊന്നുവിന്റെ മദ്രസ കണ്ടത്. അപ്പൊ നമ്മളെ പാത്തൂനും കയറ്റി. ഇതാ ഇത് 3 വില്ലന്മാരും അവിടുത്തെ പെരീത്തെ. അതിന്റെ നടുക്കത്താള് പോയി കഴിഞ്ഞാൽ ഒരു രണ്ടാളും ഒന്നുമില്ല. മെയിൻ നടുക്കത്താളാണ്. അതുപോലെ നട്ടല് ഓനാണ്. ആ നട്ടല് പോയാൽ കഴിഞ്ഞ കഴിഞ്ഞ പോലെ രണ്ടാളും കഥ. അപ്പൊ അവനെ യാത്രയേക്കാന് മോളൂസും പൊന്നൂസും കൂടി വഴിന്ന് കേറിയാണ് മദ്രസറ്റേക്ക്. ഇല്ല മോളൂസ? ഓലെ സ്വന്താണ് മോനും. അപ്പൊ ഇൻഷാ അല്ലാ ഞങ്ങള് ഇത് പിന്നെ 2 ഫൈറ്റർമാരാണ്. റബ്ബേ ഇവലെ തിരക്കുണ്ടല്ലോ അല്ലേ. ഈ രണ്ടെണ്ണത്തിന്റെ പൊന്നാരന്റെ മക്കളെ കടക്കപ്പായില് വരെ തിരക്ക്. വണ്ടി കയറിയ തിരക്ക്. ഇനിയിപ്പോ എനിക്ക് നല്ല സുഖമായി. തിരക്കൊന്നും ഉണ്ടാവില്ല. വേറെ ഏരിയ കണ്ടെത്തും മോനും. ഇല്ല മോനില്ല പൊന്നൂനെ തിരക്കുണ്ടാക്ക ആളില്ല. ലാസ്റ്റ് ആയിട്ട് സൈക്കിളൊക്കെ ഒന്ന് ആക്സിഡന്റ് ആക്കി. 2 ആക്സിഡന്റ് ആക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിണ്ടാവും തോന്നുന്നു. അപ്പൊ ഞങ്ങള് പോയി വരാം ഇൻഷാ അല്ലാ. അപ്പൊ എല്ലാരും തോരക്കണം. അതെ, നല്ലൊരു നിലയിലെത്തട്ടെ. ഇനി നമുക്ക് ഇതിനെ അടുത്ത ആളെ കൊണ്ടാക്കണം. കുഞ്ഞേമ്പൂനെ നമ്മളെല്ലാരും പോവാ. പൊന്നിനെ കൊണ്ടാക്കണം മോൾട്ടിയെ. വേണ്ടാന്നേ
അപ്പൊ നമ്മള് മമ്പുറം മക്കാമിന്റെ അടുത്തെത്തി തുടങ്ങിയിട്ടുണ്ട്. മമ്പുറം പുഴയൊക്കെ കണ്ടില്ല നിങ്ങള്? ആ പഴയ റോഡാണ് അവിടെ കാണുന്നത്. അപ്പൊ പണ്ടത്തെ കാലത്ത് ഈ പുഴയിൽ കൂടി ഒരു തോണിയില് നമ്മള് മക്കാമക്ക് വന്നിന്ന്. അങ്ങനെ വന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും കമന്റ് ചെയ്യോണ്ടിട്ടാ. ഞാനൊക്കെ എന്റെ ഉമ്മാന്റെ ഒപ്പം ഇഷ്ടം പോലെ വന്നിക്കണേ, മോള് താത്താനൊപ്പം ഇഷ്ടം പോലെ വന്നിക്കണേ. അപ്പൊ നമ്മള് മക്കാമക്കില്ല ഓ റൈറ്റ് സൈഡ് മേ. അപ്പൊ ഉസ്താദ് എല്ലാരും കുട്ടികളെല്ലാരും അവിടെ എത്തിക്കണം. ഉസ്താദ് റൈറ്റ് സൈഡ് മേ ജാനേക്കാ. അപ്പൊ മമ്പുറം മക്കാമിന്റെ അടുത്തെത്തിണ്ട്. മമ്പുറം മക്കാമിലെ സാബിത്തോ എന്താ ഇവിടെ കൂടെ സാബിത അയ്യോ സാബിതല്ല കണ്ടില്ലേ നിങ്ങള്? ഇവിടെ വരുമ്പോ തന്നെ എന്തൊക്കെയോ ഒരു ശാന്തത ഉണ്ടല്ലേ, അല്ലേ? പഴയ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ നമ്മള് മക്കാമിന്റെ പാർക്കിംഗ് കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്യാ. തണലെവിടെയെങ്കിലും ഉണ്ടാ ഇല്ലേ? എല്ലാരും ഓർമ്മ അതാണ് മറ്റോന്. തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. കുട്ടികളെല്ലാരും എത്തിയാണ്, കൂട്ടുകാരന്മാരൊക്കെ ഭയങ്കര ത്രില്ലിലാണ് ആള് എല്ലാരും കൂടിയും എത്തിയതുകൊണ്ട്. ഒക്കെ എല്ലാരും എത്തിക്കണേ. അവൻ കമ്പനിയിൽ സെറ്റ് ആയിക്കണേ. കൊടുത്തോ 2 മാസത്തിന്റെ ഇടയിൽ കണ്ടുമുട്ടിപ്പോ എല്ലാരും. മോൾട്ടെ ഒരു കൂട്ടുകാരന്മാരുണ്ട് കേട്ടാ, കണ്ടില്ലേ? അപ്പൊ നമ്മള് മമ്പുറം മക്കാമിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ് ബസ്സിക്ക് ഇവന്റെ പെട്ടി സാധനമൊക്കെ കൊണ്ടക്കാൻ. അപ്പൊ ഈ ഗുഹയിൽ കൂടിയാണ് പോണില്ലേ? ആ പാലത്തിന് താഴെയാണ്. അത്ര ഉള്ളു ഗുഹ എന്ന് വെച്ചാല് പുട്ടുംകുറ്റിയാ. അപ്പോൾ ആ ഗുഹയിൽ കൂടി ഇങ്ങനെ പുട്ട് പുറത്ത് കടിയില്ലേ? ऐसा जाने का. അപ്പോ മമ്പുറം എത്തി. ഈ ആരാധനാ ബസ്സിലാണ് ഇവര് ആരാധനാ ബസ്സിലാണ് ഇവര് എല്ലായിടത്തേക്കും പോകുന്നത്. കാരണം 2-3 പള്ളിക്ക് കയറി സിയാർത്ത് ചെയ്തിട്ട് വേണം അങ്ങനെ പോവാനെന്ന് പറഞ്ഞത്. അപ്പൊ ഇവന്റെ സാധനങ്ങൾ ഇതിക്ക് വെക്കണം ട്ടാ. പോയി വെക്കാം. ഇതാണ് ബസ് ആരാധന. മോനോ ആരാധന പോണില്ലേ? ആളിതാ ബക്കറ്റ്. ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വരിക. അവിടെ ഇറങ്ങി കഴിഞ്ഞിട്ടേ അവിടെ വെക്കാൻ സ്ഥലണ്ട പോയേക്കാം. ആളോ വെക്കാൻ സ്ഥലണ്ട പോയേക്കാം. കൊറേ കാലായാലും കണ്ടിട്ട് ഞങ്ങളുട്ടിയെ. ഇവിടുന്ന് എവിടുക്ക പിന്നെ പോണേ തീർണം? എന്നാ ബക്കറ്റ് എന്നാ മോനോ? അപ്പൊ ആരാധനാ ബസ്സിന്റെ ഉള്ളൊക്കെ ഒന്ന് വെറുതെ എടുത്താണ്. ഇവര് പോകാനുള്ള ബസ്സല്ലേ മോനോ? അടിച്ചു വിളിച്ചോണ്ടിട്ടാ. മോൾട്ടി പോണ്ട, മോൾട്ടി പോണ്ട. ഇതൊക്കെ ഇജ്ജി പോണ്ട. അപ്പൊ മാള് ടൂർ പോകാൻ റെഡി ആയിക്കണേ. അവിടെ സീറ്റ് ഉണ്ടാ? ഇവിടെ ഒരാളുള്ളൂ. എടാ അപ്പൊ ഞങ്ങള് ചായ ലൈമൊക്കെ കുടിക്കല്. ലൈമൊക്കെ കുടിച്ച് നേരെ മക്കാമൊക്കെ പോകാൻ.
മോളൂസ് ഇവിടെ കുഞ്ഞുതാ. നമ്മൾ മമ്പുറം മക്കാമലെത്തി. മാളും മോളൂസ് അങ്ങനെ പോയിക്കോളി ആ ഭാഗത്തേക്ക് കേട്ടാ. നമ്മളിങ്ങോട്ടും പോവാം. മമ്പുറം മക്കാം പ്രവേശനം മുസ്ലിങ്ങൾക്ക് മാത്രം. മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ പോവാം. ഓക്കെ. മക്കാം കൗണ്ടർ സംഭാവനകൾ അന്വേഷണങ്ങൾ. ഓക്കെ. സയ്യിദ് അലവി മൊയ്ത ഹിഫ്സ് കോളേജ്. പുഴ അങ്ങോട്ടാണ് പുഴ. ഇത് മക്കാമാണ്. ഇത് മക്കാമാണ്. അപ്പം ഞാനും പൊന്നുത മക്കാമിൻ്റെ ഉള്ളിലൊക്കെ കയറി ദുആയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുഴൻ്റെ അവിടേക്ക് ഇങ്ങനെ പോയോ കരട്ടാ. സ്കരിക്കാനുള്ള പള്ളി അവിടെ ഇങ്ങനെ പുഴയ്ക്ക് പോവാം. തൊപ്പി ടൗലൊക്കെ ഇവിടെ ഉണ്ട്. ഉണ്ടല്ലേ. അപ്പോൾ നമ്മളെ പണ്ടത്തെ കാലത്തൊക്കെ ലവനോ പണ്ടത്തെ കാലത്തൊക്കെ ഈ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് ഇവിടുന്ന് ഇതാ തോണിയിൽ കയറി ഇവിടെ ഇറങ്ങി കണ്ടില്ല. ഈ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് ഇങ്ങനെ ബലം കുടിച്ച് തോണിയിൽ വന്ന് ഇവിടെ ഇറങ്ങിയിട്ട് ഈ സ്റ്റെപ്പ് ഇങ്ങോട്ട് തന്നെ കയറിയിട്ടാണ് മക്കാമക്ക് പോയിരുന്നത് പഴയ കാലങ്ങളിലിട്ടാ. അപ്പോൾ ആ സ്റ്റെപ്പുകളൊക്കെ ഇപ്പോഴും അവിടെ അതേപോലെ ഉണ്ട്. അപ്പോൾ ആളുകൾ കുളിക്കാനൊക്കെ ഉപയോഗിക്കുകയാണ്. പിന്നെ കുറച്ച് പഴക്കമുള്ള റോഡ് തന്നെയാണ് ഇത്. ഈ സ്റ്റെപ്പ് നിന്നതിൻ്റെ ശേഷം ഇതിൽ കൂടി വരവ് തോണി നിന്നതിന് ശേഷം വന്ന റോഡാണത്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് വന്ന റോഡാണത്. അടിപൊളി റോഡ്, നല്ല വീതിയുള്ള. ഈ പള്ളി വെക്കുന്നുണ്ടല്ലോ, എന്ത് ഭംഗിയുണ്ട് നോക്കി. ഈ പുഴേൻ്റെ വക്കിനാണ് നിൽക്കുന്നത്. കണ്ട, ഈ പുഴയുടെ വക്കിനാണ് ഈ പള്ളി നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇവർ പൊതുവെ ഇടക്കൊക്കെ മക്കാമിൽ ഇവിടുന്ന് പഴയ നമ്മളെ കുടിഞ്ഞിപ്പള്ളിയെ അന്നേ വരാറുണ്ട് അല്ലേ. ഇടക്കൊക്കെ പോയി സിയാറത്തൊക്കെ കഴിഞ്ഞ് വരും. ഇപ്പോൾ ഏതായാലും നല്ല കാറ്റൊക്കെ ഉണ്ട് ഇവിടെ. പുഴയോട് ചാരിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇതുണ്ടില്ലേ. അപകട സാധ്യത ഏറെ ഉള്ളതിനാൽ അപരിചിതർ ഈ പുഴയിൽ ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ മമ്പുറം മക്കാമിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു തോണി തട്ട വരുന്നേ കണ്ടില്ലേ ഞങ്ങൾ. പുഴയിൽ കൂടി മീൻ പിടിക്കുകയാണ് തോന്നുന്നുണ്ട്. ഒരു തോണി അങ്ങനെ തുഴഞ്ഞ് വരുന്നുണ്ട്. ഉണ്ടാ ഒരു മീൻ പിടിക്കുക കേട്ടാ. മീനൊക്കെ കിട്ടിക്കണമെന്നോ. നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ. അപ്പോൾ ഒരുപാട് പഴയ കാലങ്ങളിലാണ് ഇവിടെ തോണിയൊക്കെ ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ മീൻ പിടിക്കണ തോണി കണ്ട്
തുഴഞ്ഞ് പോവാണ് അവർ. മീൻ പിടിച്ചുകൊണ്ട് അത് ഒന്നിനെ കിട്ടി. ഒരു മീനെ കിട്ടി ഉണ്ടാ. അവരങ്ങനെ പോവട്ടാ. തുഴഞ്ഞ് പോവട്ടാ. അടുത്ത മീനെ കിട്ടി. ചൂടായോണ്ട മീൻ നല്ല കിട്ടുന്നുണ്ട് അവർക്ക് കിട്ടാ. ആ പിടിക്കണേ. ആ മീൻ പിടിക്കണേ. നമ്മളെ മോനു പോണ ബസ്സിൻ്റെ അടുത്തേക്ക് അന്നീണ്. മാളും മോനുമായിട്ട് വരുന്നുണ്ട്. ബസ്സിൽ കയറാൻ പോവാ. മോളൂസാ ഡ്യൂട്ടിൻ്റെ വരും. പൊന്നു വാപ്പിനോ മോനോ കയറാ. ഒരു ഉമ്മ എടുത്തടാ. കയറിക്കൊള്ളട്ടാ. മോനു പോവാണ് ബസ്സില. യാത്ര പറഞ്ഞേക്കാണ്. പോയില്ല. കളിക്കൂട്ടുകാരുണ്ടാളും ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് അല്ല പിന്നെ. അപ്പൊ മോന് പോയി. ഏതായാലും ഒരുപാട് ദിവസമായിട്ടുള്ള ഭയങ്കര മിസ്സിങ് തന്നെയാണ്. മിസ്സിങ് പറഞ്ഞാല് ആ പെരീത്താകെ ഒച്ചപ്പാട് പോകാനാണ്. എന്താ പറയാ, എന്തെങ്കിലും ഒരു തിരക്കുണ്ടാവും കൂട്ടാ. നമ്മളൊന്നും പറയാൻ പാടില്ല. അപ്പാണ് നിലോച്ചു. നമുക്ക് ഇന്ന മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന മാത്രം പറയുള്ളൂ. നിങ്ങൾ എന്തിനാ ഇന്ന പറയാ. ഓനാണ് ഫുള്ള് അലമ്പുണ്ടാക്കിയിട്ടുണ്ടാവുക. നിങ്ങൾ ഇന്ന മാത്രം പറയുള്ളൂ. ആണ് നൊലോളി തുടങ്ങും. അനങ്ങി നൊലോളിയാണ്. ചൂടാണ്. അപ്പോ ഏതായാലും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കൊണ്ട് നല്ലൊരു നിലയിലെത്തട്ടെ. നമ്മളെല്ലാരും കുട്ടികളെ മാതാപിതാക്കൾക്ക് ഉപകരിക്കണ മക്കളാവട്ടെ, സോലയായ മക്കളാവട്ടെ. കുട്ടികളുണ്ടല്ലേ. വീഡിയോ ഒക്കെ നിങ്ങളെല്ലാരും ഷെയർ ചെയ്യേണ്ടി കേട്ടോ. പിന്നെ ഇനി ചേരണമെന്നുണ്ടെങ്കിൽ നല്ല ഉസ്താദാണ്. ആ ഉസ്താദിന്റെ അവിടെ വന്ന് രക്ഷിതാക്കളൊക്കെ പറഞ്ഞ എന്താ വെച്ചാൽ ആ ഉസ്താദായ കാരണമാണ് ഞങ്ങൾ ചേർത്ത് ഇത്ര ദൂരത്തേക്ക് പറഞ്ഞയച്ചത്. അല്ലെങ്കിൽ പറഞ്ഞേക്കൂല. ഉസ്താദ് നല്ലതായിട്ടാണ്. അപ്പൊ ഏതായാലും ഉസ്താദിന് ആയുസിനെ നീട്ടിക്കൊടുക്കട്ടെ. ആമീൻ. ആമീൻ. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇനി നഷ്ടബോധത്തോടെ ആ ദർശനെ കുറിച്ചുള്ള ഒരു വീഡിയോ ദർശിന്റെ ഭാഗം ഉൾപ്പെടുത്തി വേറെ അടുത്ത വീഡിയോയിൽ അവിടെ പോവാണ്ട് ഓന്റെ വിചാരോ നമ്മളും പോരുന്നാണ്. മമ്പുറത്ത് കാണിച്ച് എനിക്ക് ഒറ്റക്ക് പോന്നാ മതി എന്നല്ല നിങ്ങൾ വരണ്ടിനില്ല അവൻ പറയണേ. ഞാൻ ആണ്ട് ചേളാരിക്ക് വെച്ചിട്ടാണ്. ടെൻഷനായിട്ട് ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. മോൾട്ടി അറിഞ്ഞേ ഞങ്ങളെ കളി കഴിഞ്ഞെന്ന്. ഓള് പറയാ ഞങ്ങളെ കളി കഴിഞ്ഞെന്ന്. അതെ. അപ്പൊ നല്ല ചൂടാണ്. ഞങ്ങൾ പോവാണ്. നല്ല പൊരുവേലത്തെ വണ്ടി എടുത്തിട്ടുണ്ട് അല്ലേ. വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. അപ്പൊ ഞങ്ങള് പോവാണ്. വൈൻഡപ്പ് ചെയ്യാൻ നമ്മളെ മോനുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ സംസാരിക്കാനും വലിയൊരു ഉഷാറാണ്. പത്തുമ്പോ മുണ്ടയച്ചാ കൊയങ്ങിക്കണോട് ചൂടത്ത്. അപ്പൊ ഇൻഷാല്ലാ നാളെ പുതുപുത്തൻ വീഡിയോ വീണ്ടും വരാം. മദ്രസിട്ട് ചായയും കൂടി കുടിച്ചാതെ പോന്നാണ്. ഇവിടെ അന്നേരം പൊരിക്കടിയും ചായ ഒക്കെ കുടിച്ച്. ചായ അല്ലല്ലേ കുടിച്ചില്ല. അപ്പൊ ഞങ്ങള് പോവാണല്ലേ. വൈൻഡപ്പ് ചെയ്താ മോട്ടിയാ. എല്ലാവർക്കും ഒരു ബൈ ബൈ പൊന്നോടുണ്ട്. പൊന്നിനൊരു സാധനം വാങ്ങിക്കൊടുക്കായിട്ട് ചെറിയ കലിപ്പിലാണ്. ഇവിടെ പുറത്തേക്ക് ഇറങ്ങി മോൾട്ടിയും പൊന്നും മുട്ടായൊക്കെ വാങ്ങി കാഞ്ചെടുത്താണ്. പമ്പരം ഓക്കെ അവസരം ഓളും വാങ്ങി. ഓനക്ക് അവസരം ഓനും വാങ്ങി. പിന്നെ പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ ഇഷ്ടംപോലെ അവിടെ പെരിയിലുണ്ട് അല്ലേ മോൾട്ടിയെ. അതിന്റെ ആവശ്യമില്ലല്ലോ. കളിപ്പാടം കണ്ടപ്പോ രണ്ടാളും കണ്ണൂത്തി. ഒരു കാറ് അവിടെ ഉള്ള കാറുകളൊക്കെ എന്താ കാട്ടു വെച്ചാനെ.
ആ ചേറ്റമ്പടിയുമ്പോ വരിവരിക്ക് വെച്ചിട്ട് നടക്കാൻ സ്ഥലമില്ല കാറോട്. കൂടിയാ നടക്കല്. ആ ശരിയാണല്ലോ. ചോദ്യാണ് ചോദ്യാണ്. എന്നാ പൊന്നു ആ സ്പോട്ടിൽ ഉത്തം കിട്ടണല്ലേ. ഉരുളക്ക് എന്താണ് ചെല്ലുണ്ടല്ലോ ഉരുളക്കുപ്പേരി. നമ്മൾ അങ്ങനെ പോണ്ടേ, എങ്ങനെ പോണ്ടത്? നോക്കാം.